ഇന്ന് മെയ് 17 പോകുന്നത് അടക്കാക്കുണ്ട് പാറശ്ശേരി ഭാഗത്തേക്കാണ്. ഇന്നത്തെ പ്രധാന കാഴ്ച എന്ന് പറയുന്നത് 15-ാം തീയതി രാവിലെ റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടുന്ന ഒരാളെ കടുവ കടിച്ചുകൊണ്ട് പോയി. അതേ ചുറ്റിപ്പറ്റിയുള്ളൊരു പോക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ പോക്ക് കേട്ടോ. ഏകദേശം സമയം 11:30 കേട്ടോ. നേറ പെട്രോൾ പമ്പാട്ടോ ഇവിടെ കാര്യക്കോ. അപ്പോൾ ഞങ്ങളെ 200 രൂപയ്ക്ക് എണ്ണ അടിച്ചു നേറ പെട്രോൾ പമ്പിൽ. ഇനി ഞങ്ങൾ പോകുന്നത് അടക്കാക്കുണ്ടിലേക്കാട്ടോ. ഏകദേശം കാളികാവ് നിന്ന് അടക്കാക്കുണ്ടേക്ക് ഒരു 6-7 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം എന്താണ് ഇന്നത്തെ അവസ്ഥകളൊക്കെ ഒന്ന്. ഈ റോഡാണ് അടക്കാക്കുണ്ട് പാറശ്ശേരി റൂട്ട്. ഏകദേശം 6.5 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട്. പോയി നോക്കാം. നമ്മൾ അടക്കാക്കുണ്ട് സ്കൂളായിട്ടായി കാണുന്നത് ഇപ്പോൾ സ്കൂൾ. അപ്പോൾ നമ്മളേ അടക്കാക്കുണ്ട് മയിലാടി എത്തിയല്ലോ. കോന്നി സുരേന്ദ്രനും അതുപോലെ വിക്രമനും ആണ് ഈ കാണുന്ന 2 ആനകൾ കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 12:15 ഒരുപാട് ആളുകളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ആനൻ്റെ അടുത്തേക്ക് നമുക്കൊന്നും പോകാൻ കഴിയില്ല. ഇത്ര ദൂരത്ത് നിന്ന് നമ്മൾ ആന കാണാനേ പറ്റുള്ളൂ. പ്രതിഷേധ പ്രകടനത്തിലേക്ക് മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും ജാതിമത രാഷ്ട്രീയ വ്യത്യാസമെന്ന് അതിര് പങ്കിടുന്ന കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണിൽ ഇതാണ് മയിലാടി സ്കൂളും പരിസരവും. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കടുവ ആക്രമിച്ച സ്ഥലത്തേക്കാണ്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. ഏകദേശം 3 കിലോമീറ്ററോളം ഇവിടുന്ന് ഓടാനുണ്ട് അങ്ങോട്ട്. ഏകദേശം നമ്മൾ കുറച്ച് സഞ്ചരിച്ച് ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ പോകുന്നിടത്തോളം അങ്ങോട്ട് വീടുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുപോലെ മലയിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ. ഈ പോക്ക് ഈ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്, കോൺക്രീറ്റ് റോഡാണ്. അതുപോലെ നല്ല കയറ്റമുണ്ട്, ഇറക്കമൊക്കെയാണ് ഈ റോഡ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ആളുകൾക്കൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഈ വലതും ഇടതു ഭാഗത്തൊക്കെ ഫുൾ കൃഷികളും റബ്ബറുകളും മാത്രമേ ഉള്ളൂ. വീടുകൾ കാണുന്ന കാര്യം വളരെ കുറവാണ്. ഈ വീട്ടിലൊന്നും താമസമില്ല എന്നാണ് കേട്ടത്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഈ ഒരു പരിസരത്തേക്ക് എത്തി. അതിൻ്റെ ഇവിടെ 4-5 ഭാഗത്തായിട്ട് കടുവ പിടിക്കാനുള്ള കെണിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആടാണ് ഇരയാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ആ കെണി കാണാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു പരിസരത്തേക്കാണ് പോകുന്നത്. ഏകദേശം ഈ ആളുകൾ ഈ മലൻ്റെ മേലെയാണ് അദ്ദേഹം വെട്ടിയിരുന്നതെന്നൊക്കെ പറയുന്നത്, റബ്ബർ വെട്ടിയിരുന്ന സ്പോട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടന്ന് പോയി നമുക്ക് ഈ കെണി വെച്ച സ്പോട്ട് കാണാം. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ. കാണുന്ന ഭാഗത്തൂടെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഒരു വടിയോ എന്തെങ്കിലും കജ്ജ് പിടിച്ചോളി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. എന്താ ഇപ്പോൾ നമുക്ക് പേടിയുണ്ടോ? പേടി പറഞ്ഞ മനസ്സിനല്ലോ, മനസ്സിനാണെങ്കിൽ 2 അടിച്ചു. ഫോറസ്റ്റുകാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഓരോ കോളും നോക്കട്ടെ. അപ്പോൾ ഞാനും നമ്മളെ ചെക്കനും പോവാട്ടോ. പോണത് ഇനിയാ നമ്മൾ പോണത് അടക്കാക്കോട്ട് പാറശ്ശേരിയിലാട്ടത്. ഏകദേശം കാലത്തിന് ഒരു 6 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ. 6 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ഈ മല കണ്ടത്. ഇതിലാണ് വെട്ടാൻ പോക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ കെണിയിലൊരു ആടിനെ വെച്ച് കൊടുത്തേക്കണ്. അപ്പോൾ ആടൊരു സൗണ്ട് വന്ന് കേൾക്കട്ടോ. വാടാ, പേടിയുണ്ടോ? കാരണം ആ ഭാഗത്തൊക്കെ വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആടാണ് കൊണ്ട് നല്ല കരച്ചിൽ കേട്ടോ. ഇടാ അങ്ങോട്ടോടൊക്കെ നോക്കട്ടോ. അപ്പോൾ ഇതിനാണ് ആട് നിർവഹിച്ചത് കേട്ടോ. ഇതാണ് കെണി. ആടിനെ വെച്ച് കൊടുത്തേക്കാണ് കടുവ കടിച്ചാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി ക്യാമറ ഉണ്ടോ? നമ്മൾ പൊക്കുവോ? അപ്പം ഞങ്ങൾ ഒരാളും തിരിച്ചു പോരും കേട്ടോ. കാരണം അവിടെ കെണിയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്നു കേട്ടോ. അതുപോലെ അതിൽ 2 ആടിനും വെച്ച് കൊടുത്തു. 3 ഉണ്ടല്ലോടാ, 2-3 ആടിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാൻ പേടി. പിന്നെ നമ്മളവിടെ നിരീക്ഷണത്തിൽ അടഞ്ഞ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ചൊറയി കഴിഞ്ഞാൽ അത് അതിലേറെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ മടങ്ങി പോന്നു കേട്ടോ. സംഭവം ഇവിടെ ആൾവാസമൊക്കെ ഉണ്ട്, വീടുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആ കടുവ എന്നൊക്കെ ആ വീട്ടിലൊക്കെ അവിടെ ഒരു ആട്ടപ്പേരുണ്ടല്ലേ, അവിടെ ഒരു ആട്ടപ്പേരും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഡേഞ്ചർ ഏരിയ ആണ് സംഭവം. ഇവിടെ റബ്ബറാണ്. ഏനെ ഈ ഭാഗത്തിലെ ആളുകളൊക്കെ വെട്ടൊക്കെ നിർത്തിയില്ല. കാരണം ഈ ഭാഗത്ത് വെട്ടുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ 2 ദിവസമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ പേടിയാണ് കാരണം കൊണ്ട് വരാൻ. അതുപോലെ ഇനി ആ കടുവനെ പേടിച്ചിട്ടില്ലെങ്കിൽ അത് അതിലാറും വലിയൊരു വിഷയമായി മാറും. അപ്പോൾ വനപാലകരും എല്ലാവരും ഫോറസ്റ്റും എല്ലാവരും ടീമുകളും വന്നിട്ട് നല്ല തെരച്ചിലാണ് നടത്തുന്നുണ്ട്.
അതുപോലെ അവിടെ മേലെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നല്ല ക്യാമറ നിരീക്ഷണം വേറെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെറ്റപ്പ് പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പോവാണ്. കാരണം ഇവിടെ ഞാനൊരു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്നാലേ വലിയ വിഷയമാണ്. കാരണം ഇപ്പോൾ നമ്മളെ കടുവനെ കണ്ടില്ലെങ്കിൽ കടുവ നമ്മളെ കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെയുള്ള വീടുകളൊക്കെ വീടുത്ത ആളുകളൊക്കെ സ്ഥലം വിട്ടുകിടുന്നാണ് കേട്ടത്. എന്താ അറിയില്ല കേട്ടോ, കറക്റ്റ് അറിയില്ല. വൈറൽ താരം ഇതാ ഇവിടെ നമ്മളെ പോലീസുമാർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ആളാട്ടത്. എന്തായാലും ഞങ്ങൾ രണ്ടാളെ സ്പോട്ട് കണ്ടു പോന്നു. പക്ഷേ അതിനെ പിടിക്കാനായിട്ടില്ല. എപ്പോഴും നല്ല സെർച്ചിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതിനെ കിട്ടട്ടെ, ഫോറസ്റ്റുകാരെ കൊണ്ടുപോകട്ടെ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കും.